ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്ന് ആദ്യമായിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ടേബിൾ ക്ലോത്ത് കാണിക്കുന്നത് കേട്ടോ. ചെറിയ ടേബിൾ ക്ലോത്ത് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ആവശ്യമുണ്ടാവും, സൈഡ് ടേബിൾ അവിടെ ഇവിടെയൊക്കെ ഇടാനേ. അങ്ങനെയുള്ള ടേബിൾ ക്ലോത്ത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും. അപ്പൊ ആ സൈസ് പറഞ്ഞാൽ അതുണ്ടോന്ന് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇത് ആദ്യത്തെ പ്രിന്റ് ആണ്. നല്ല രസമില്ല, നല്ല ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത ആദ്യത്തെ പ്രിന്റ് ആണ്. ഇതിന് നല്ല സ്കാൽപ്പിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല കഴിവുള്ള പിള്ളേർ ചെയ്യുന്ന കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രിന്റ് നല്ല രസമില്ല കാണാൻ, നല്ല ഗ്രീൻ കളറിലെ. ഈ സമയം എന്ന് പറയുന്ന ഒരു സൂത്രം ഉണ്ടല്ലോ, നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ സമയം പറയുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ വരുന്നതും നമുക്ക് പോകുന്നതൊക്കെ നല്ല രസമല്ലേ. ആക്ച്വലി നമുക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ ഇന്ന ദിവസം ഇന്ന സമയത്താണ് നടക്കുന്നത്. അപ്പൊ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ ആ സമയത്തിന് വാല്യൂ കൊടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ വരും. പക്ഷെ നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഇന്നത്തെ ദിവസം ആക്ച്വലി എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. നമ്മൾ ഇന്നലെ ഫുള്ള് നമ്മളിങ്ങനെ കോൾ ചെയ്ത് ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ അവർ വരത്തുമില്ല, നമ്മുടെ സമയം അത്രയും വേസ്റ്റ് ആക്കും. അപ്പൊ ആദ്യം നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചോണം, നിങ്ങൾ എത്ര മണിക്ക് വരുമെന്ന് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ സമയം എന്ന് പറഞ്ഞ സാധനം തിരിച്ചു കിട്ടത്തില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഈ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്പെൻഡ് ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഈ ഓപ്പോസിറ്റ് ആൾക്കാർ കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് സങ്കടം വരികയല്ലേ. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈം കൊടുക്കണം എല്ലാവർക്കും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു പുതപ്പ. ഇതെന്താ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും കേട്ടോ. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല. സമയം എന്ന് പറഞ്ഞ സാധനം മാത്രം തിരിച്ചു വരികയാണെന്ന് നമ്മളത് പഠിക്കണം. പിള്ളേരെ അത് പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പുതപ്പാണ്. ഈ പുതപ്പാണ് മാഗ്നസ്കേപ്സിലെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പുതപ്പുകളാണ്. ഈ പുതപ്പ് 3 ലെയർ പുതപ്പാണ്. ഈ പുതപ്പ് തന്നെ പല കാറ്റഗറിയിൽ പല ത്രെഡ് കൗണ്ടിൽ കോട്ടണും മിക്സൊക്കെ ആയിട്ട് വരും കേട്ടോ. മാഗ്നസ്കേപ്സ് അന്ന് പണ്ട് വാങ്ങിച്ച അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വിലയും എല്ലാം അതുപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല പുതപ്പാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള 2 സൈഡിൽ നമുക്ക് ബോർഡർ ഉണ്ടാവും. ആ 2 സൈസിൽ ഇതുപോലെ നല്ല വലിയ ക്രോഷ്യ കേട്ടോ. ചെറിയ ക്രോഷ്യ ഒന്നും വെച്ചല്ല, വലിയ ക്രോഷ്യ വെച്ച ബെഡ്ഷീറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് ഡെയിലി യൂസിനും വിരിക്കാൻ പറ്റും, അല്ലാത്ത ദിവസം നമുക്ക് വിരിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മാച്ചിങ് കുഷൻ കവേഴ്സ് വേണമെങ്കിൽ ഇത് തന്നെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും എല്ലാം ഓരോരുത്തരും ഓരോ ഇഷ്ടങ്ങളാട്ടോ. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ട്, ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള 100% കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതായത് മാഗ്നസ്കേപ്സിന്റെ ബെഡ്ഷീറ്റ് 100% കളർ ഗ്യാരണ്ടി ആണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ആയതുകൊണ്ടാണ്. ഈ പില്ലോ കവർ ഇതുപോലെ ആയിരിക്കുന്നത്. കിങ് സൈസും ക്യൂൺ സൈസും അവൈലബിൾ ആണ്. ഇനി ഞാൻ കാണിക്കുന്നത് നല്ല ലേസ് വെച്ച നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും എല്ലാം അഫോർഡബിൾ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ നമുക്ക് അഫോർഡബിൾ ആയിരിക്കുന്ന, എന്നാലും നമുക്ക് ബെഡ്ഷീറ്റിന്റെ കാര്യത്തിൽ നമുക്ക് അഫോർഡബിൾ ആയിരിക്കുന്ന തിക്കായിട്ടുള്ള കോട്ടണില് സൈഡ് ഇതുപോലെ ചെറിയ ലേസാണ് വെച്ചിരിക്കുന്നത്. ക്യൂൺ സൈസ് ആണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ക്യൂൺ സൈസ് ആട്ടോ. ഈ 2-3 ദിവസം ഉള്ളു കേട്ടോ, കിങ് സൈസ് ഇല്ല കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ഷീറ്റ്, ഇതൊക്കെ റേറ്റ് വളരെ കുറവായിട്ടുള്ള ഷീറ്റ്സ് ആണ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ കാര്യമുണ്ടല്ലോ, ഇന്ന് തുടങ്ങി, ആക്ച്വലി പല ആൾക്കാർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എല്ലാ പാർസൽ ചാർജിനും പാർസലിന്റെ വില ചാർജ് കൂട്ടിയിട്ടുണ്ട്. പാർസൽ ചാർജ് മാഗ്നസ്കേപ്സും കൂട്ടിയിട്ടുണ്ട്, ബെഡ്ഷീറ്റിന്റെ വില കൂട്ടിയിട്ടില്ല. അപ്പം ഇന്ന് വരെ മീൻസ് ലൈക്ക് നമുക്ക് ബെഡ്ഷീറ്റിനുള്ള സെയിം വില തന്നെയായിരിക്കും. പക്ഷെ പാർസൽ ചാർജ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കൂട്ടിയതുകൊണ്ട് ബെഡ്ഷീറ്റ് പെർ പീസ് ചാർജ് തന്നെയായിരിക്കും അതുള്ളത്. അത് നമുക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്നാണ് അത് എന്താ പറഞ്ഞ അനൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
അത് 1/8 തന്നെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തുടങ്ങിയുള്ള പാർസൽ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കത്തുള്ളൂ. ഓരോ സ്ഥലങ്ങൾക്കാണ് വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത്. അതിവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പറയുവേ. വീഡിയോയിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. വീഡിയോയിൽ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഡോർ സ്റ്റെപ്പിലാണ് നമ്മുടെ മാഗ്നിസ്കേപ്സിന് എല്ലാ പാർസലും വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ലൈക്ക് പ്രിന്റ് ആണ്. അതിൻ്റെ അടുത്തും സൈഡും എല്ലാം നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ഇതുപോലെയാണ്. ഇത് നമുക്ക് ലേസ് ഇല്ലാതെ ഇതിൻ്റെയൊക്കെ പ്രിന്റ്സ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് നല്ല ലേസ് 4 സൈഡിൽ വെച്ച പില്ലോ കവർ ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്, വിത്തൗട്ട് ലേസ് ആട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇപ്പോൾ ഈ സ്ട്രൈപ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. പക്ഷെ 695 രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി 695 രൂപയുടെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ് കേട്ടോ. നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ കടയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ്. ഇത് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോൾ മെട്രോ പില്ല നമ്പർ 795 നോക്കുക. ആ 795ൻ്റെ സൈഡിലുള്ള റോഡ്, വൈറ്റിലേന്ന് വരുമ്പോൾ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. കയറുക, ഒരു 300 മീറ്റർ വരിക. ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ മാഗ്നിസ്കേപ്സിൻ്റെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ചെറിയ ബോർഡ് പണ്ടായിരുന്നു, ഇപ്പം ഇച്ചിരി കൂടെ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. 2ാമത്തെ ഗേറ്റിൽ കയറണം എന്നുള്ളൂ കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരേ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉള്ളൂ. വഴി തന്നെ നമുക്ക് പേ ആൻഡ് പാർക്കെന്നും അല്ലാതെ പാർക്കിങ്ങിനൊക്കെ കാണാം. അവിടെ നമുക്ക് കയറുവാണെങ്കിൽ ഒരു 30 വണ്ടികൾക്കിടാനുള്ള പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നല്ല വഴിയിലൊക്കെ സ്ഥലമുള്ള ഒരു സ്ഥലമായത്. എന്നാലും അവിടെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ പേ ആൻഡ് പാർക്കിൽ നമുക്ക് കയറ്റി ഇടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ കയറി പാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നീട് മാഗ്നിസ്കേപ്സ് ആണ് അതൊക്കെ ചെയ്യുന്നത്. അത് ഇവിടെ വന്നാൽ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. എൻ്റെ പേരിൽ അവിടെ പോയി ബില്ല് അടിച്ചു വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടുത്തെ ടിക്കറ്റ് ഇവിടെ കാണിച്ചാൽ മാത്രമാണ് കേട്ടോ ബാക്കിയുള്ള എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും നല്ല രസമില്ല. ഇതെ നോക്കി, ഞാൻ തന്നെ ഇത് പറയാൻ മറന്നുപോയി. വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവരുടെ സമയത്തിനും നമ്മുടെ സമയത്തിനും നല്ല വാല്യൂ കൽപ്പിക്കണം. അത് വേണം. അല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് കടന്നു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ചില ആൾക്കാർ അങ്ങനെയുണ്ട്, നമുക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. നാളെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ അതൊന്നും ചെയ്യത്തില്ല. ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. താങ്ക് യു.